നമസ്തേ. ശനിദോഷം ജാതകത്തിൽ എന്നതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ശനിയുടെ ഗോചരഫലം മാർച്ച് 29-ന് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് 2 വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ആ ഗോചരഫലം കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അതിൻ്റെ ദോഷം വരുന്ന 2 രാശികൾ, പ്രധാനപ്പെട്ട 2 രാശികളും ശുഭം ചെയ്യുന്ന 3 രാശികളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ഇതിൽ ശനി നിങ്ങളുടെ ജാതകത്തിൽ എങ്ങനെ നിന്നാൽ ദോഷം ഭവിക്കും, പ്രധാനമായും ദോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ശനി പ്രധാനമായും തമോഗ്രഹമാണ്, ഇരുട്ടാണ്, വായു കാരകനാണ്. അതുപോലെ തന്നെ ശനിക്ക് മൃത്യുകാരകത്വമുണ്ട്, അതുപോലെ ആയുർകാരകത്വമുണ്ട്, പീഡയുണ്ട്, ദുഃഖത്തിൻ്റെ പ്രതിരൂപമാണ്, ദുഃഖമാണ് പ്രധാന കാരകത്വം. അതുപോലെ തന്നെ ഭൃത്യകാരകത്വം, ഭൃത്യനാണ്. നമ്മളെ ഭൃത്യനാക്കുകയും നമുക്ക് ഭൃത്യം തരികയും ചെയ്യുന്ന ശനിയാണ്. കാരകത്വം എന്ന് പറയുന്നത് ഗുണമാവുമ്പോൾ നമുക്ക് ഭൃത്യരെ തരും, ദോഷമാവുമ്പോൾ നമ്മൾ സ്വയം ഭൃത്യനാവും, മറ്റൊരാളുടെ കൂലിക്കാരനാവും. അതുപോലെ ഒരുപാട് മോശപ്പെട്ട കാരകത്വങ്ങളുടെ ഉടമസ്ഥനാണ് ശനിഗ്രഹം. ശനിയുടെ കാരകത്വങ്ങൾ മോശമായതുകൊണ്ട് തന്നെ ശനി പൊതുവെ ജാതകത്തിൽ ലഗ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ കാരകത്വങ്ങളൊക്കെ നമുക്ക് ജീവിതാവസാനം വരെ ഉണ്ടാവും. ശനി സംശയാലുമാണ്, കോൺഫിഡൻ്റ് ഒരിക്കലും തരില്ല. ശനി ലഗ്നവുമായി ബന്ധപ്പെട്ടാലും ശനി ലഗ്നാധിപനുമായി ബന്ധപ്പെട്ടാലും നമ്മുടെ കോൺഫിഡൻ്റ്, നമുക്കൊരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇല്ലാതെ പോകും. ശനി ഏതൊക്കെ ഭാവങ്ങളുമായി ബന്ധപ്പെടുന്നോ ആ ഭാവങ്ങളെ നശിപ്പിക്കും എന്നുള്ളതാണ് സത്യം. ശനിയുടെ കാരകത്വങ്ങൾ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഇരുട്ട് കൊണ്ടുവന്നിട്ട് ആ ഭാവത്തിനെ ഇല്ലാതാക്കും. ഇരുട്ടാണ് ശനി പ്രധാനം ചെയ്യുന്നത്. ശനിയുടെ സമ്പൂർണമായ ഇരുട്ട് തമോ ഗ്രഹമാണ്, സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെ നിൽക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും തമസാണ് ശനിയിലുള്ളത്. ഒരു രശ്മിയാണ് ശരിക്കും പറയുക, ഒരു രശ്മിയാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒട്ടും രശ്മിയില്ലാത്ത വളരെയധികം ഡാർക്ക്നെസ് ആയിട്ടുള്ള ഒരു ഗ്രഹം നമ്മുടെ ലഗ്നവുമായി ബന്ധപ്പെടാൻ പാടില്ല. ലഗ്നവുമായി ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ കാരകത്വം പൂർണ്ണമായും ജീവിതാവസാനം വരെ സംശയാലുവായിരിക്കും. എല്ലാവരെയും സംശയിക്കും. കൂടെ നിൽക്കുന്നവരെ, ഭാര്യനെ, കുടുംബത്തിനെ, ഭർത്താവിനെ, എല്ലാവരോടും സംശയം ഉണ്ടാവും. കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ കഴിയാത്ത ഭൃത്യനായിരിക്കും. കാര്യം ഉയർന്ന പോസ്റ്റിലേക്ക് വരണമെങ്കിൽ തീരുമാനം എടുക്കാൻ വേണം. തീരുമാനം എടുക്കണമെങ്കിൽ അതിനുള്ള ശക്തി വേണം. ശനി ലഗ്നവുമായി ബന്ധപ്പെടുമ്പോൾ ഈ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതാണ്. ഒരു ഭൃത്യ സ്വഭാവം വരും, നമുക്ക് കോൺഫിഡൻറ്റ് കുറയും, കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുന്നുള്ള ഉറച്ച വിശ്വാസം കുറയും. ഇതാണ് ശനി നമുക്ക് തരുന്ന ഒരു ദോഷം എന്ന് പറയുന്നത്. ഈ കോൺഫിഡൻ്റ് ഇല്ലായ്മ ശനി നമുക്ക് തരുന്ന ഒരു പ്രധാന ദോഷമാണ്. ഇനി ശനിക്ക് ഇങ്ങനെ ഇല്ലാത്തൊരവസ്ഥ, പലരുടെയും ജാതകത്തിൽ ലഗ്നവുമായി ശനി ബന്ധപ്പെട്ടിട്ടുണ്ടാവും, എന്നാൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് കാരണം ശനിക്ക് എന്ന് പറയുന്ന ഇരുട്ടിൽ ഒരു വെളിച്ചം, ഒരു നിലവിളക്ക് വെച്ചിട്ടുണ്ടാവും. നിലവിളക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഗുരു ശനിയുമായി നോക്കുകയോ യോഗം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശുക്രൻ ശനിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും, നോക്കുകയോ യോഗം ചെയ്യുകയോ ചെയ്യുക. അതല്ലെങ്കിൽ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ യോഗം. അതുപോലെ ബുധൻ ഒറ്റയ്ക്ക് ഈ ശനിയുമായി യോഗം ചെയ്യുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനി ആ ദോഷങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ ശുഭനായ ശനിയായിരിക്കും. ഈ ശുഭഗ്രഹങ്ങളുടെ, പ്രകാശഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ വന്നാൽ ഈ ശനി ശുഭനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ലഗ്നവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ ഗുരുവിൻ്റെ ദൃഷ്ടിയോ, അല്ലെങ്കിൽ ശുക്രൻ്റെ യോഗമോ ശുക്രൻ്റെ ദൃഷ്ടിയോ, ബുധൻ്റെ യോഗമോ ദൃഷ്ടിയോ, അല്ലെങ്കിൽ പൗർണമി ചന്ദ്രൻ്റെ ബലമുള്ള പ്രകാശമുള്ള ചന്ദ്രൻ്റെ യോഗമോ ദൃഷ്ടിയോ, അമാവാസി ചന്ദ്രൻ ഇരുട്ടാണ്, അമാവാസി ചന്ദ്രൻ്റെ യോഗമോ ദൃഷ്ടിയോ ശനിക്ക് ഗുണം ചെയ്യില്ല, ദോഷം ചെയ്യും. അങ്ങനെയുണ്ടെങ്കിൽ ശനി ദോഷം ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ടും ദോഷം ചെയ്യുന്ന 4 ലഗ്നങ്ങളുണ്ട്. ശനിയുടെ 2 തരത്തിലുള്ള സ്വഭാവമാണ്. ഒന്ന് കാരകത്വം, അത് ഞാൻ ആദ്യം പറഞ്ഞു, ശനി പാപകാരകത്വമാണ്, സർവ്വദോഷങ്ങളും തരുന്ന കാരകനാണ് ശനി. ഇനി രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് ആധിപത്യ ഫലം. ഓരോ ഭാവം 12 രാശികളാണ്. ആ 12 രാശികൾക്കും 1-ാം ഭാവ ലഗ്നാധിപത്യ ഫലം, 2-ാം ഭാവാധിപത്യ ഫലം, 3-ാം ഭാവാധിപത്യ ഫലം, 4-ാം ഭാവാധിപത്യ ഫലം, 5-ാം, ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ആധിപത്യ ഫലം എന്ന് പറയുന്ന ഫലം തരുന്നത് ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിൻ്റെ ദശയിലാണ്.
ശനിയുടെ ദശ വരുമ്പോഴാണ് ശനിയുടെ ആധിപത്യ ഫലം വരിക. ശനിയുടെ ആ ദശ വരുമ്പോഴാണ് നമുക്ക് ആധിപത്യ ഫലം തരിക. ശനി ദശ വന്ന് ദോഷം ചെയ്യുന്ന ലഗ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശനി ല എന്ന് നിങ്ങളുടെ ജാതകത്തിൽ മേടം രാശിയിലോ, ല എന്ന് നിങ്ങളുടെ ജാതകത്തിൽ കർക്കടകം രാശിയിലോ, ചിങ്ങം രാശിയിലോ, വൃശ്ചികം രാശിയിലോ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ജാതകങ്ങളുടെ ശനി ദശ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം പറയാം. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ആഗ്നേയ ഗ്രഹമാണ്. ശനി വായുഗ്രഹമാണ്. അപ്പോൾ വായു ചെന്ന് അഗ്നിയോട് ചേർന്ന് കഴിഞ്ഞാൽ കാട്ടുതീയാവും. അതുകൊണ്ട് തന്നെ ചൊവ്വ ശനിയുമായിട്ട് എവിടെയൊക്കെ ചേർന്നാലും എങ്ങനെ ചേർന്നാലും ദോഷം ഭവിക്കുന്നതാണ്. ചൊവ്വ ഒരിക്കലും ശനിയുമായി ചേരാൻ പറ്റാത്ത ഗ്രഹമാണ്. കാര്യം അഗ്നി തന്മയത്വമാണ് ചൊവ്വയ്ക്കുള്ളത്, വായു തന്മയത്വമാണ് ശനിക്കുള്ളത്. അപ്പോൾ ശനിയും ചൊവ്വയും കൂടി ചേർന്നാൽ അഗ്നിമാരുത യോഗം എന്നാണ് പറയുക. അത് സർവനാശമാഭാവത്തിനെ വരുത്തുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മേടം രാശി, ചൊവ്വയുടെ രാശിയായിട്ടുള്ള മേടം രാശിയും വൃശ്ചികം രാശിയും ലഗ്നമായവർക്ക് ശനിദശ പൊതുവെ ദോഷഫലങ്ങൾ കാണാറുണ്ട്. അതിൽ കൂടെ പറയുന്നു ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ബുധൻ്റെയോ യോഗങ്ങൾ അല്ലെങ്കിൽ പൗർണമി ചന്ദ്രൻ്റെ യോഗമുള്ളവർക്ക് ഇത് പൂർണ്ണമായിട്ട് ഉണ്ടാവണമെന്നില്ല. വേറെ 2 ലഗ്നങ്ങളാണ് പ്രകാശഗ്രഹങ്ങളായ. ശനി ഇരുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രകാശത്തെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഗ്രഹമാണ് ശനി. ഇരുട്ട് മാത്രം ഇഷ്ടപ്പെടുന്ന ഗ്രഹം. അപ്പോൾ സൂര്യൻ്റെ, ചന്ദ്രൻ്റെ, കർക്കടകം രാശി ചന്ദ്രൻ്റെ രാശിയും അവിടെ ലഗ്നമായി വരുന്നവർക്ക് 7, 8 ഭാവാധിപത്യമാണ് ശനി തരിക. അതുപോലെ തന്നെ ചിങ്ങം രാശി ലഗ്നമായി വന്നാൽ അവർക്ക് 6, 7 ഭാവാധിപത്യമാണ് വരിക. ഈ 2 പേർക്കും പ്രധാനമായും കർക്കടകം ചിങ്ങം രാശിക്കാർക്ക് ഈ ലഗ്നം വരുന്നവർക്ക് ശനിദശ അനുകൂലമാവില്ല എന്നുള്ളതാണ്. കാര്യം 6ാം ഭാവാധിപത്യ ഫലം 8ാം ഭാവാധിപത്യ ഫലം ആ ദശയിൽ നിങ്ങൾക്ക് തരും. ശനി ഇഷ്ടമല്ലാത്ത 2 ലഗ്നങ്ങൾ, ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റാത്ത 2 ലഗ്നങ്ങൾ, പ്രകാശത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ശനി ആ ആധിപത്യ ഫലങ്ങൾ പൂർണ്ണമായും തരുമെന്നുള്ളതാണ്. 6ാം ഭാവാധിപത്യം 8ാം ഭാവാധിപത്യ ഫലങ്ങൾ പൂർണ്ണമായും തരും. അപ്പോൾ കർക്കടക ലഗ്നക്കാർക്കും ചിങ്ങലഗ്നക്കാർക്കും നല്ല പ്രായത്തിൽ ശനിദശ വരാതിരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. കർക്കടക ലഗ്നക്കാർക്ക് പൊതുവേ കർക്കടക ലഗ്നം ചിങ്ങലഗ്നക്കാർക്ക് ശനിദശ ഒട്ടും നല്ല പ്രായത്തിൽ വരുന്നത് നന്നല്ല. അങ്ങനെ വരികയാണെങ്കിൽ ഗുരുവിൻ്റെ യോഗമോ ശുക്രൻ്റെ യോഗമോ ബുധൻ്റെ യോഗമോ പൗർണമി ചന്ദ്രൻ്റെ യോഗമോ ദൃഷ്ടിയോ ശനിക്ക് ഉണ്ടെങ്കിൽ ദോഷം ചെയ്യില്ല. അപ്പോൾ ശനിയുടെ ശുഭകാരകത്വങ്ങൾ തരും. ആ ആധിപത്യത്തിലെ ശുഭാധിപത്യ ഫലങ്ങളാണ് തരിക. അതുപോലെ അതാണ് ആധിപത്യം നമുക്ക് തരുന്ന ദോഷങ്ങൾ. ഒരു ജാതകത്തിലെ ആധിപത്യം നമുക്ക് തരുന്ന ദോഷങ്ങൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ശനി ഒരു ഗ്രഹം അതിൻ്റെ ആധിപത്യം തരുന്നത് അതിൻ്റെ ദശയിലാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. കാരകത്വം നമുക്ക് ജീവിതാവസാനം വരെ തരും. ഒരു ഗ്രഹം ഉച്ചത്തിലാണ്, കാരകത്വം എങ്ങനെയാണ് തരിക? ഗ്രഹത്തിന് 6 രീതിയിലാണ് ഗ്രഹത്തിൻ്റെ ബലം തീരുമാനിക്കുന്നത്. 1 സ്ഥാനബലം, 2 ദിക്ബലം, 3 ദൃക്ബലം, കാലായന ശ്രേഷ്ഠബലം എന്ന് പറയുന്ന അപ്രധാനമാണ്. ഈ 3 ബലമാണ് പ്രധാനം പറയുന്നത്. സ്ഥാനബലം, ഒരു ഗ്രഹം ഉച്ചത്തിലായിരിക്കുക, സ്വന്തം വീട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ നിൽക്കുക, ഇതുവരെ അതിന് ബലമുണ്ട്. അതിനുശേഷം അത് ശത്രുവിൻ്റെ വീട്ടിലോ നീചത്തിലോ ഒക്കെ നിൽക്കുന്നത് അതിൻ്റെ പാപകാരകത്വം പൂർണ്ണമായി തരുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ദിഗ്ബലം എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ അതിന് ഏറ്റവും നല്ല രീതിയിൽ, ഇപ്പോൾ സൂര്യൻ ഉച്ചയ്ക്ക് 12 മണിയോട് അടുത്ത സമയങ്ങളാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുക. അതായത് 10ാം രാശിയിൽ സൂര്യൻ നിൽക്കണം. 10ലെ സൂര്യനാണ് നമുക്ക് ദിഗ്ബലം തരുന്നത്. അതുപോലെ പാപഗ്രഹം ശനി 7ൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ദിഗ്ബലം തരിക. ഓരോ ഗ്രഹങ്ങൾക്കും സ്ഥാനബലത്തിൻ്റെ ഒപ്പം തന്നെ ദിഗ്ബലം പ്രധാനമാണ്. പ്രധാനമായിട്ട് പാപഗ്രഹങ്ങൾക്ക് ദിഗ്ബലം കൂടുതൽ നിൽക്കുകയും സ്ഥാനബലം കുറഞ്ഞു നിൽക്കുകയും നിന്നാൽ ആ ഗ്രഹം നിങ്ങൾക്ക് ഒരുപാട് അനുകൂലമായിരിക്കും. വേറൊന്നാണ് ദൃഗ്ബലം. ദൃക്ക് എന്ന് പറഞ്ഞാൽ ദൃഷ്ടിബലം. ശനിയുടെ ദൃഷ്ടി, ശനി നമുക്കറിയാം 3, 7, 10 ഭാവങ്ങളിലേക്ക് ശനി ദൃഷ്ടി ചെയ്യും. വിശേഷ ദൃഷ്ടിയാണ്. എല്ലാ ഗ്രഹങ്ങളും 7ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യും. വ്യാഴമാണെങ്കിൽ 5, 7, 9 ഭാവങ്ങളിലേക്ക്, ബാക്കി എല്ലാ ഗ്രഹങ്ങളും 7ാം ഭാവത്തിലേക്ക് പൂർണ്ണമായും ദൃഷ്ടി ചെയ്യും. ഇതിനെയാണ് ദൃഗ്ബലം എന്ന് പറയുന്നത്. അപ്പോൾ ശനി നിൽക്കുന്ന ഭാവവും നോക്കുന്ന ഭാവവും കെടുത്തും. ഗുരു നിൽക്കുന്ന ഭാവവും നോക്കുന്ന ഭാവവും സമ്പുഷ്ടീകരിക്കും, വളർത്തും. കെടുത്തും എന്ന് പറയുന്നത് ഇല്ലാതേക്കും, മറ്റത് വളർത്തും. അപ്പോൾ ശനിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശനി ജാതകത്തിൽ ലഗ്നവുമായി ബന്ധപ്പെടാൻ പാടില്ല. ലഗ്നവുമായി ബന്ധം വരുന്നുണ്ടെങ്കിൽ ശുഭത്വം ഉണ്ടാവണം. ശുഭത്വം എന്ന് പറയുന്നത് വെളിച്ചമുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടാവണം.
2 ശനി ദശ വരുന്നത് കർക്കിടക ലഗ്നക്കാർക്കും ചിങ്ങലഗ്നക്കാർക്കും നന്നായിരിക്കില്ല. അതുപോലെ തന്നെ മേടലഗ്നക്കാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ശനിദശ പൂർണ്ണമായും അനുകൂലമാവില്ല. ഇതാണ് ശനി നമ്മുടെ ജാതകത്തിൽ തരുന്ന ദോഷങ്ങൾ. അത്